നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പവർ പോയിൻ്റ് വിൻഡോ ഓപ്പൺ ചെയ്താൽ അതിലെന്തൊക്കെയാണുള്ളത്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ടാബിലും വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോം ടാബാണ്. ഹോം ടാബിൽ കോമൺ ആയിട്ടും നമ്മൾ വേഡിലും എക്സലിലും പഠിച്ചിട്ടുള്ള കുറേ ഫീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഹോം ടാബിനകത്ത് വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോർമലി വരുന്ന ഏതാണ്? ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് തന്നെയാണ്. അതിനകത്തുള്ളത് കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കട്ട്, കോപ്പി, പേസ്റ്റ്, ഫോർമാറ്റ് പെയിൻറ്റർ എന്താണെന്ന്. എന്തൊക്കെയാണ് കട്ട്, കോപ്പി? ഇപ്പോൾ നമുക്ക് കോപ്പി ചെയ്യണം. എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെലക്ട് ചെയ്യണം. പിന്നെ ഇതെന്താണ്? സ്ലൈഡ് ഏരിയ ആണ്. സ്ലൈഡ് ഏരിയയിൽ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഇതെന്താണ്? പ്ലേസ് ഹോൾഡറാണ്. പ്ലേസ് ഹോൾഡറിൻ്റെ അകത്താണ് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഇനിയിപ്പോൾ നോക്കി, ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആയ Ctrl+C യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത, ആദ്യമായിട്ട് കാണുന്ന, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+C ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഒന്നുകിൽ ഈ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയ Ctrl+C യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? കോപ്പി ചെയ്തത് നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തെടുത്ത് എന്ത് ചെയ്യും? കോപ്പിയാകും. അപ്പം കട്ട് ചെയ്തതിനെയോ കോപ്പി ചെയ്തതിനെയോ മാത്രമേ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ വേണ്ട, അല്ലെങ്കിൽ ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+X ആണ്. അല്ലെങ്കിൽ കട്ടിൻ്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് പോകും. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും വേണം. ഇപ്പം ഞാൻ ഇത്തിരി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+V ആണ്. ഒന്നുകിൽ നമുക്ക് കീബോർഡിലെ Ctrl+V യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പേസ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി ഉള്ളതെന്ന് പറയുന്നത് ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. ഫോർമാറ്റ് പെയിൻറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+C ആണ്. അതായത് ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട് ഓപ്ഷൻസ്? നമുക്കിപ്പോൾ കളർ കൊടുക്കുക, അല്ലെങ്കിൽ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അങ്ങനെ എന്തെങ്കിലും ഫോർമാറ്റിങ് നമ്മൾ ടെക്സ്റ്റിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കോപ്പി ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ എന്താണ്, ഒരു പേജിന് സ്ലൈഡ് എന്നാണ് പറയുന്നത്. സ്ലൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ നമുക്ക് വേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് വേണം. ഈ ഒരു പേജിൽ ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പേജ് വേണം. അപ്പോൾ എന്ത് ചെയ്യും? പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഹോം ടാബിനകത്താണ് അടുത്ത സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വരുന്നത്. ഈ സ്ലൈഡ്സിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ലേഔട്ട്, സ്ലൈഡിൻ്റെ ലേഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ റീസെറ്റ് ഉണ്ട്. അതായത് സ്ലൈഡിൽ നമ്മൾ എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്യാം. അതായത് റീസെറ്റ് ദ പൊസിഷൻ, സൈസ് ആൻഡ് ഫോർമാറ്റിംഗ് ഓഫ് ദ സ്ലൈഡ്, പ്ലേസ് ഹോൾഡേഴ്സ് ടു ദെയർ ഡീഫോൾട്ട് സെറ്റിങ്സ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ്, പൊസിഷൻ, സൈസ് ഇതൊക്കെ റീസെറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് സ്ലൈഡ്. നമുക്ക് സ്ലൈഡിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പം ഈ സ്ലൈഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ലേഔട്ട്, സ്ലൈഡ് ലേഔട്ട് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, ഡിലീറ്റ് സ്ലൈഡ് ഉണ്ട്. ഇത്രയുമാണ് സ്ലൈഡ്സിനകത്ത് വരുന്നത്. ഇനിയിപ്പോൾ ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സ്ലൈഡ് ഇവിടെ ഇൻസേർട്ട് ആകും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് പല രീതിയിലുള്ള സ്ലൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, ഇവിടെ ടെക്സ്റ്റ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇവിടുന്ന് ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്മാർട്ട് ആർട്ട്, ഗ്രാഫിക്സ് ഒക്കെ കൊണ്ടുവരാം. പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, ക്ലിപ്പ് ആർട്ട് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ടെക്സ്റ്റും ഇതുപോലുള്ളതൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്ലൈഡ് ലേഔട്ടാണിത്. അപ്പോൾ നമ്മൾ ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സ്ലൈഡാണ് വന്നത്. ഇനി ഈ ഒരു സ്ലൈഡ് ലേഔട്ട് അല്ല നമുക്ക് വേണ്ടെങ്കിൽ ഈ ന്യൂ സ്ലൈഡിൽ തന്നെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പല രീതിയിലുള്ള സ്ലൈഡ്സ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ ഏത് സ്ലൈഡാണ് വേണ്ടത്? ഇവിടെ ടൈറ്റിൽ സ്ലൈഡ് മാത്രം, ടൈറ്റിൽ മാത്രമുള്ളതുണ്ട്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഉണ്ട്, സെക്ഷൻ ഹെഡർ ഉണ്ട്, ടു കണ്ടന്റ് അതായത് കമ്പാരിസൺ ഒക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കമ്പാരിസൻ്റെ സ്ലൈഡ് ഉണ്ട്, ടൈറ്റിൽ മാത്രമുള്ള സ്ലൈഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏത് ലേഔട്ട് വേണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് കൊടുക്കും. ഇപ്പോൾ കമ്പാരിസൺ വേണമെങ്കിൽ ഞാൻ ഈ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്താൽ ആ കമ്പാരിസൺ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ലൈഡ് നമുക്കിവിടെ വരും. അതുപോലെ തന്നെ ഇവിടെ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ സ്ലൈഡ് ലേഔട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലേഔട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ കമ്പാരിസൺ ആയിരുന്നു കൊടുത്തത്, ഇപ്പം ഞാൻ ലേഔട്ട് മാറ്റി കൊടുത്തപ്പോൾ അത് ചേഞ്ച് ആയി, ഏതാ ടൈറ്റിൽ സ്ലൈഡ് മാത്രമായി. ഇനി വേണമെങ്കിൽ കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലേഔട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്തു പോയി, ഇപ്പോൾ അതിൻ്റെ ലേഔട്ട് നമുക്ക് ഉദ്ദേശിച്ചതല്ല എന്നുണ്ടെങ്കിൽ ഈ ലേഔട്ട് എടുത്തിട്ട് നമുക്ക് ലേഔട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ലൈഡിലായിരിക്കും ലേഔട്ട് ചേഞ്ച് ആകുന്നത്, ശ്രദ്ധിക്കുക. ഇനി പിന്നെ നമുക്ക് എന്താണ് റീസെറ്റ് ഓപ്ഷൻ, ഏതെങ്കിലും റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റീസെറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഡിലീറ്റ് സ്ലൈഡാണ്. ഇപ്പം നമുക്ക് ഈ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത സ്ലൈഡ് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് സ്ലൈഡിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ സ്ലൈഡ് ആയിരിക്കും ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്ലൈഡ് എനിക്ക് വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ലൈഡ് ഡിലീറ്റ് ആകും. ഇനി നമുക്ക് ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+M ആണ്. അപ്പോൾ ഏതാണ് ഷോർട്ട് കട്ട് കീ? Ctrl+M. ഞാൻ എഴുതി കാണിക്കാം. കൺട്രോൾ കീയും അതുപോലെ തന്നെ എം എന്ന് പറയുന്ന കീയും കൂടി പ്രസ് ചെയ്താലാണ് ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+M ആണ്. നമ്മൾ ന്യൂ ഡോക്യുമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, Ctrl+N ആണ് വേർഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പുതിയ സ്ലൈഡ് ആണെങ്കിൽ, പുതിയൊരു പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ Ctrl+N എന്ന് പറയുന്ന കീ യൂസ് ചെയ്യാം. പുതിയ സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ Ctrl+M ആണ് കീ. അത് തിരിഞ്ഞു പോകരുത്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പം ഞാൻ Ctrl+N എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തു, അതായത് പുതിയൊരു പ്രസൻറ്റേഷനാണ് ഇവിടെ ഓപ്പണായി വന്നത്. നമ്മുടെ പഴയ പ്രസൻറ്റേഷൻ ഇവിടെ ഉണ്ട്, പ്രസൻറ്റേഷൻ 1 ഇവിടെ ഉണ്ട്, ഇതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ Ctrl+N കൊടുത്തപ്പോൾ പ്രസൻറ്റേഷൻ 2 എന്ന് പറയുന്ന ഒരു പ്രസൻറ്റേഷൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ Ctrl+N-ഉം പുതിയ സ്ലൈഡ്, നമ്മുടെ ഈ ഒരു എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷനിൽ പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ Ctrl+M-ഉമാണ് ഷോർട്ട് കട്ട്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. Ctrl+M കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ആകും. അപ്പോൾ നമ്മൾ ഹോം ടാബിലെ ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് പറഞ്ഞു, സ്ലൈഡ്സ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്, ഫോണ്ട് ഗ്രൂപ്പാണ്. അപ്പോൾ ഫോണ്ട് ഗ്രൂപ്പിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇപ്പോൾ ഫോണ്ട് ഫേസ് ഉണ്ട്, ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വേർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഉണ്ട്, ഫോണ്ട് സൈസ് നമുക്ക് ഇവിടുന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഫോണ്ട് സൈസ്. അതുപോലെ തന്നെ ഗ്രോ ഫോണ്ട് ഉണ്ട്. ഗ്രോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുക. ഷ്രിങ്ക് ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫോണ്ട് സൈസ് കുറയ്ക്കുക. പിന്നെ ഉള്ളത് ബോൾഡാണ്. Ctrl+B ആണ് ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ, ബോൾഡ് ആക്കാൻ ഉള്ളതാണ് B. ഇനി ഇൻക്രീസ് ഫോണ്ടിൻ്റെ ഗ്രോ ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+Greater ആണ്, അത് ഗ്രോ ഫോണ്ടിൻ്റെയും. ഇനി ഷ്രിങ്ക് ഫോണ്ടിൻ്റെ ആണെങ്കിൽ Ctrl+Shift+Less ആണ് ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഷോർട്ട് കട്ട് കീസും പഠിച്ച് വെക്കുക, മറന്നു പോകരുത്. ഇനി അടുത്ത ഇറ്റാലിക്സ് ആണെന്നുണ്ടെങ്കിൽ Ctrl+I ആണ് ഷോർട്ട് കട്ട് കീ. ഇറ്റാലിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇറ്റാലിസൈസ് ആകും. ഇനി അടുത്തത് അണ്ടർലൈൻ ആണെങ്കിൽ Ctrl+U ആണ് ഷോർട്ട് കട്ട് കീ, കണ്ടോ അണ്ടർലൈൻ വന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ത്രൂ ആണ്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ നടുക്കൂടി ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, കണ്ടോ ഇവിടെ ഒരു ലൈൻ വന്നിട്ടില്ലേ, ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്ട്രൈക്ക് ത്രൂ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ
ടെക്സ്റ്റ് ഷാഡോ ആണ്. അപ്പം നമ്മുടെ ടെക്സ്റ്റിന് ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ആഡ് എ ഷാഡോ ബിഹൈൻഡ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. അതായത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യും, ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്പേസിംഗ് ആണ്. അതായത് ക്യാരക്ടേഴ്സിനിടയിലുള്ള സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ സ്പേസിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ അണ്ടർലൈനും ഇറ്റാലിക്സ് മാറ്റി നോക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു വേർഡേ ഉള്ളൂ, നമുക്ക് 2 വേർഡും കൂടി കൊടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ 2-3 വേർഡ്സ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ സ്പേസിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടർ സ്പേസിങ്ങിൻ്റെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഉണ്ട് വെരി ടൈറ്റ് ഉണ്ട്, നോർമൽ, ലൂസ്, വെരി ലൂസ്, അതുപോലെ തന്നെ മോർ സ്പേസിങ് ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം വെരി ടൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, കണ്ടോ ഇത് ഒരുപാട് അടുത്തേന്ന് പറഞ്ഞാൽ ടൈറ്റ് ആണ്. ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്പേസ് വന്നു. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലാണ്. ഇവിടെയും കുറച്ചുകൂടി സ്പേസ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂസാണ്. ലൂസ് അടുത്തേന്ന് പറഞ്ഞാൽ വെരി ലൂസ്. ഓരോന്ന് കാണുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. അപ്പോൾ നോക്കിയേ ഏതൊക്കെയാണ് ക്യാരക്ടർ സ്പേസിങ്ങിലുള്ള ഓപ്ഷൻസ് എന്ന് ചോദിച്ചാൽ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 5 ഓപ്ഷൻസ് ആണുള്ളത്. വെരി ടൈറ്റ് ഉണ്ട്, നോർമൽ ഉണ്ട്, ലൂസ് ഉണ്ട്, വെരി ലൂസ് ഉണ്ട്. അപ്പം ഇത് 5 എണ്ണമാണ് ക്യാരക്ടർ സ്പേസിങ്ങിൽ വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചേഞ്ച് കേസാണ്. ചേഞ്ച് കേസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലും 5 ഓപ്ഷൻസ് ആണുള്ളത്. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആൻഡ് ടോഗിൾ കേസ്. അതിൽ സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. കണ്ടോ, ഇത് ഞാൻ അപ്പർ കേസ് കൊടുത്തതാണ്. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്തായി മാറും, ക്യാപിറ്റലായി മാറും. ഇനി ലാസ്റ്റ് വൺ ടോഗിൾ കേസാണ്. ക്യാപിറ്റൽ ലെറ്റർ ഉള്ളത് സ്മോൾ ലെറ്ററും, സ്മോൾ ലെറ്റർ ഉള്ളത് ക്യാപിറ്റൽ ലെറ്ററുമായിട്ട് മാറും. കണ്ടോ, ഫസ്റ്റ് ലെറ്റർ നേരത്തെ ക്യാപിറ്റൽ ആയിരുന്നല്ലോ, അതെന്തായി സ്മോൾ ആയി, സ്മോൾ ലെറ്റർ ആയിട്ടുള്ളതെല്ലാം ക്യാപിറ്റൽ ലെറ്ററായി. ഇതാണ് ടോഗിൾ കേസ്, ഇതാണ് ചേഞ്ച് കേസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ്ട് കളറാണ്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ആരോയിൽ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ഫോണ്ട് കളർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത കളറായിരിക്കും. അപ്പോൾ ഫോണ്ട് ഗ്രൂപ്പിനകത്ത് അത്രയുമാണ് വരുന്നത്. പിന്നെ വരുന്നത് പറയുന്നത് ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പം ഞാൻ ഇവിടെ ക്യാരക്ടർ സ്പേസിങ് അതെല്ലാം കൊടുത്തു, കളറും എല്ലാം കൊടുത്തു. അതിന് ശേഷം ലാസ്റ്റ് ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ആ ഫോർമാറ്റിംഗ് എല്ലാം മാറി നോർമൽ ടെക്സ്റ്റ് ആയിട്ട് മാറി. ഇനി നമ്മുടെ ഫോർമാറ്റ് പെയിൻറ്റർ നമ്മൾ പറഞ്ഞില്ലേ ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യാനാണെന്ന്. അപ്പോൾ നോക്കി ഇവിടെ ഒരു റെഡ് കളർ നമ്മൾ ടെക്സ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഈ ഫോർമാറ്റിംഗ് എനിക്ക് ഈ ടെക്സ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യാം. അതിനാണ് ഇത് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഒരു ബ്രഷ് കണക്കാവും. അതിന് ശേഷം നമുക്ക് ഏതിനാണോ ഇത് കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ സ്ട്രൈക്ക് ത്രൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കളർ റെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ ഫോർമാറ്റിൽ ഈ ഒരു ടെക്സ്റ്റും വന്നു. അതാണ് ഫോർമാറ്റ് പെയിൻറ്റർ. ഇപ്പം ഞാൻ കാണിച്ച് നമ്മൾ ഫോർമാറ്റിംഗ് പഠിച്ചത് കൊണ്ടാണ്. അപ്പം Ctrl+Shift+C ആണ് ഫോർമാറ്റ് പെയിൻറ്ററുടെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഹോം ടാബ്, അതിനകത്ത് ആദ്യത്തെ ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക്, കട്ട്, കോപ്പി, പേസ്റ്റ് ആൻഡ് ഫോർമാറ്റ് പെയിൻറ്റർ, സ്ലൈഡ്സിൽ ന്യൂ സ്ലൈഡ്, അതുപോലെ തന്നെ ലേഔട്ട്, റീസെറ്റ്, ഡിലീറ്റ്, സ്ലൈഡ്, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. പിന്നെ ഫോണ്ട് ഗ്രൂപ്പിൽ വരുന്നത് ഫോണ്ട് ഫേസ് ഉണ്ട്, സൈസ് ഉണ്ട്, ഗ്രോ ഫോണ്ട് ഉണ്ട്, ഷ്രിങ്ക് ഫോണ്ട് ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, ഷാഡോ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ സ്പേസിംഗ് ഉണ്ട്, ചേഞ്ച് കേസ് ഉണ്ട്, പിന്നെ ഫോണ്ട് കളർ ഉണ്ട്, ക്ലിയർ ഫോർമാറ്റിംഗ് ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഫോണ്ട് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലാത്ത, അതായത് വേഡിലും എക്സിലും പറഞ്ഞിട്ടില്ലാത്ത 2 ഓപ്ഷൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഷാഡോയും അതുപോലെ
തന്നെ ക്യാരക്ടർ സ്പേസിങ്. അപ്പോൾ ക്യാരക്ടർ സ്പേസിങ്ങിൽ എത്ര ഓപ്ഷൻസ് ആണെന്ന് ചോദിച്ചാൽ 5 ഓപ്ഷൻസ് ആണ്. വെരി ടൈറ്റ്, ടൈറ്റ്, നോർമൽ, ലൂസ്, വെരി ലൂസ്. ഇനി ചേഞ്ച് കേസിൽ എത്ര ഓപ്ഷൻസ് ആണെന്ന് വെച്ചാൽ അതും 5 കേസാണ്. സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ആൻഡ് ടോക്കിൾ കേസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇത്രയും മനസ്സിലേക്ക് ആയണമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഓപ്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്